ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. രാവിലെ തന്നെ നല്ല മഞ്ഞായിരുന്ന സമയത്തുള്ള വീഡിയോ ആണ് കേട്ടോ. നല്ല മഞ്ഞായിട്ട് ഇരിക്കുകയാണ്, കണ്ടല്ലോ. എൻ്റെ വെളിച്ചെണ്ണയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, നല്ല ഐസ് കട്ട പോലെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് മഞ്ഞ് കാണാൻ പറ്റുന്നതുകൊണ്ട് അറിയില്ല കേട്ടോ. നല്ല മഞ്ഞാണ്, മഞ്ഞ് മൂടി കിടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്നലെ തുണിയെല്ലാം നനച്ചിട്ട് എടുത്ത് അകത്തിടാൻ പറഞ്ഞു. അതെല്ലാം വീണ്ടും നനഞ്ഞ് നല്ല പരുവായിട്ട് അങ്ങനെ കിടപ്പുണ്ടായിരുന്നു. രാവിലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, പുട്ടും ഉണ്ടാക്കി ചായയും വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായക്ക് വെച്ചപ്പോഴത്തേക്ക് ഒരാൾ ഇവിടെ വന്ന് ഇഞ്ചി ചായ വേണം, എല്ലാവരും സൗണ്ടുകളും ഒക്കെ പോയിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് ചൂടായിട്ട് ഇഞ്ചി ചായ കുടിക്കാമെന്ന് പറഞ്ഞ് പിന്നെ ഇഞ്ചി ചായ റെഡിയാക്കി കേട്ടോ. ഞാൻ കൈയോടെ തന്നെ പുട്ടിനുള്ളതും പയറും ഒക്കെ റെഡിയാക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ തന്നെ തണുത്ത് വിറച്ച് നിൽക്കുകയാണ്. തണുപ്പെന്ന് വെച്ചാൽ വല്ലാത്തൊരു തണുപ്പാണ് കേട്ടോ. പിന്നെ ഗംഗയുടെ സ്കൂളിൽ ഒന്ന് പോകണം, ഗംഗയ്ക്ക് ഇന്ന് ക്ലാസ് തുടങ്ങിയാണ്. പിന്നെ പപ്പടമൊക്കെ കൈയോടെ കാച്ചി എടുത്തിട്ടാണെങ്കിൽ നേരെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നോക്കിയപ്പോഴാണ് മോന് പഴം ഉണ്ടെങ്കിൽ കഴിക്കുള്ളൂ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചേട്ടനെ പഴം വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു കേട്ടോ. അങ്ങനെ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ്. പഴമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് നമ്മൾ നേരെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. നമ്മളിങ്ങനെയാണ് ഇരുന്ന് കഴിക്കുന്നത്, തറയിൽ പാവരിച്ചിട്ട് എല്ലാ പേരും ഇട്ടിരുന്ന് ഇങ്ങനെ ഇരുന്ന് അങ്ങ് കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് റെഡിയായതിന് ശേഷം നമ്മൾ നേരെ തന്നെ ഗംഗയുടെ സ്കൂളിലേക്കായി. ഗംഗയ്ക്ക് യൂണിഫോം ഇട്ടിട്ട് അതിൻ്റെ മേലെ കൂടെ കോട്ടൊക്കെ ഇട്ടാണ് കൊണ്ടുപോയത് കേട്ടോ. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും നമ്മുടെ കച്ചറ പറക്കാൻ വേണ്ടി ആൾ വന്നായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ കച്ചറയുടെ വണ്ടി വരുമ്പോഴത്തേക്കും നല്ല പാട്ടൊക്കെ ഇട്ട് അടിപൊളി ഗംഭീരമായിട്ടാണ് കേട്ടോ പറഞ്ഞത്. ആ പാട്ട് കേട്ട് എല്ലാവരും ഓടി വരാൻ വേണ്ടിയിട്ടാണ് പാട്ടൊക്കെ ഇട്ട് നല്ല ഗംഭീരമായിട്ടാണ്. അതാണ് മോൻ ഇവിടെ കിടന്ന് കളിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ചേട്ടൻ നേരെ പോയി ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ തന്നെ ഗംഗയുടെ സ്കൂളിലോട്ട് വിട്ടേട്ടോ. ഗംഗയുടെ സ്കൂളിലോട്ട് പോയപ്പോഴാണ് അവിടുത്തെ കുട്ടികൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡീസൻ്റ് ആയിട്ടാണ് കേട്ടോ. അതായത് ലൈനൊക്കെ കറക്റ്റ് ലൈൻ പിടിച്ചേ വരുള്ളൂ, അങ്ങനെയൊക്കെയാണ് അവിടെ. അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ തന്നെ കോട്ടൊക്കെ മാറ്റി അവിടെ നിന്നുള്ള സ്വെറ്റർ ഉണ്ടായിരുന്നു, സ്വെറ്ററൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തു. അതിനിടയിൽ ഇവിടെ ഒരാൾ ഭയങ്കര കളിയാണ് കേട്ടോ, കളിച്ച് തിമിർക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ തന്നെ പിന്നെ അസംബ്ലിക്ക് ടൈം ആയിട്ടോ. അപ്പോൾ മോൾക്ക് അസംബ്ലിക്ക് കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് അവിടെ ഇൻഫോം ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അത് നേരെ പോയി പ്രിൻസിപ്പലിനോടൊക്കെ പറഞ്ഞതിന് ശേഷം അസംബ്ലിയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയിട്ട് ഇന്ന് ഏതൊക്കെ സാർമാർക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കണയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തന്നെ മാർക്കറ്റിലോട്ട് വന്നിട്ട് ഗംഗയ്ക്ക് ഒരു സ്റ്റഡി ടേബിൾ വാങ്ങിയിരുന്നു. പിന്നെ നേരെ തന്നെ ഒരു സ്റ്റഡി ടേബിളൊക്കെ വാങ്ങിച്ച് നേരെ നമ്മളിങ്ങനെ വീട്ടിലോട്ട് വന്നു കേട്ടോ. വീട്ടിലോട്ട് വന്ന് സ്റ്റഡി ടേബിളൊക്കെ സെറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ചേട്ടനോട് പറഞ്ഞത് മോന് വിറ്റാമിൻ കൊടുക്കാൻ ദിവസമായി, അപ്പോൾ നമുക്ക് വിറ്റാമിൻ കൊടുക്കാം. പിന്നെ നേരെ നമ്മൾ വിറ്റാമിനൊക്കെ കൊടുക്കാൻ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വിസി യു.